സാറേ, കൃഷിയും കാർഷിക മേഖലയുമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്നാണ് പണ്ട് മുതലേ കേട്ട് പരിചയിച്ചത്. ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ CPI ആയിരിക്കും മിക്കവാറും കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കൃഷിയോട് താല്പര്യമുള്ള കർഷകനായ ഒരു മന്ത്രി ഇത്തവണ വന്നു എന്നൊക്കെ കേട്ടെ. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സംസ്ഥാന സർക്കാർ ഈ കാർഷിക മേഖലയ്ക്ക് നൽകിയിരുന്ന പണം വൻതോതിൽ വെട്ടിക്കുറയ്ക്കുന്നു. 44%, 44% 44.5, ഒരു പകുതിയോളം ആയില്ലേ? ഏതാണ്ട് പകുതി വെട്ടിക്കുറച്ചു. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്, നമ്മൾ എന്തിനാണ് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്, കൃഷിയിലേക്ക് നമുക്ക് മടങ്ങി വരാം? എന്താ ഇവിടെ സംഭവിക്കുന്നത്? അല്ല, ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്നല്ല ഇതിൻ്റെ തുടക്കം. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഇതിൻ്റെ പാളിച്ച കിടക്കുന്നത് പഞ്ചവത്സര പദ്ധതി എന്ന ഒരലമ്പ് സാധനം നമ്മുടെ അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് എടുത്തു. അപ്പോൾ എന്നിട്ടൊരു മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു പുതിയ സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ വിഭാവനം ചെയ്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും നല്ല വശങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സാധനമായിരുന്നത്. അത് വെറും ഒരു ഭാവനാ സൃഷ്ടി മാത്രമായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ പ്രാമുഖ്യം കൊടുത്തത് കൃഷിക്കാണ്. ആദ്യത്തെ 5 വർഷം ഈ ലോകത്ത് ഒരു സ്ഥലത്തും 5 വർഷം കൊണ്ട് ഒരു കൃഷിയുടെ പ്രക്രിയയെ നമുക്ക് ഏറ്റവും സവിശേഷമായ രീതിയിൽ സംരക്ഷിച്ച് മുന്നോട്ടെത്തിക്കാൻ സാധ്യമല്ല. അതിന് കുറച്ചും കൂടി സമയം വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാലത്ത് ലോകത്തെല്ലായിടത്തും അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൃഷി വ്യവസായവൽകൃതമായ കാർഷിക രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷി വ്യവസായമായിട്ട് വരുമ്പോൾ അതിന് യന്ത്രവൽകൃതം വരും, മെക്കനൈസ്ഡ് അഗ്രികൾച്ചർ വരുന്നു, ഫാമിംഗ് വരുന്നു, പെസ്റ്റിസൈഡ്സും പിന്നെ ഫെർട്ടിലൈസേഴ്സും ഉപയോഗിക്കുന്ന കൃഷി രീതികൾ വരുന്നു. അപ്പോൾ ചെറിയ ചെറിയ തുണ്ടുകളായിട്ട് കിടന്നിരുന്ന കൃഷിഭൂമികളെയൊക്കെ മാറ്റിയിട്ട് വലിയ കൃഷിയിടങ്ങൾ, ഇങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ളൊരു മാറ്റം വേണം. ഒപ്പം കാർഷിക രംഗത്ത് വലിയ രീതിയിലുള്ള ഗവേഷണങ്ങൾ നടക്കണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നു വരണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു 10-20 കൊല്ലമെങ്കിലും എടുക്കേണ്ടി വരും. പക്ഷേ 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കൃഷി അവിടെ നിർത്തിയിട്ട് നേരെ വ്യവസായത്തിലേക്ക് പോയി. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായങ്ങൾക്കാണ് പ്രാമുഖ്യം കൊടുത്തത്. ഇത് രണ്ടും ഒരേ സമയത്ത് പ്രാമുഖ്യം കൊടുത്തു വരുത്തേണ്ട ഒന്നാണ്. അല്ലാതെ ആദ്യത്തേതിൽ കൃഷി അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോട്ടെ എന്ന് പറയുമ്പോഴേക്കും ഇതെങ്ങനെ ശരിയാകുമെന്നതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് ഒരിക്കൽ പോലും ആലോചിക്കാതെ വളരെ എന്താ പറയേണ്ടത്, ഈ ഇന്ത്യയുടെ സാമ്പത്തികമായ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാത്ത വളരെ ഒരു ആർട്ടിഫിഷ്യലെന്നും സൂപ്പർഫിഷ്യലെന്നും ഒക്കെ പറയാവുന്ന ഒരു സാമ്പത്തിക ക്രമം അന്നേ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ മുതലാണ് നമ്മുടെ കൃഷി നമുക്ക് അന്യമായി നമ്മുടെ കൃഷി പോകുന്നത്. പിന്നീട് വളരെ കാലത്തെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ഒരു 30-35 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കൃഷിയിൽ നമ്മൾ മുന്നോട്ട് വരികയും നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ആ ഉൽപ്പാദന പ്രക്രിയയിൽ കേരളത്തിന് സത്യത്തിൽ വലിയ പങ്കുണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. കേരളം ഒഴികെയുള്ള ഇപ്പോൾ തമിഴ്നാടിനോ കർണാടകത്തിനോ ആന്ധ്രയ്ക്കോ മഹാരാഷ്ട്രയ്ക്കോ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കോ കിഴക്കൻ സംസ്ഥാനങ്ങൾക്കോ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു വലിയ മാറ്റം കാർഷിക വൃത്തിയിൽ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ അക്കാലത്ത് കൃഷിയിൽ കേന്ദ്രീകരിച്ചു എന്ന് പറയുന്ന ഏതിനാണ്? റബ്ബർ കൃഷിയിലായിരുന്നു. ഇപ്പോൾ റബ്ബർ പോയതോടുകൂടി നമുക്കതും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക രംഗത്തേക്ക് മാറ്റിവെച്ചിരുന്ന 518.2 കോടി രൂപ കുറച്ചിട്ട് 287.65 കോടിയായി കുറച്ചിങ്ങനെ ചെയ്തത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ സിനിജു പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് ഒരു 44.5% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ കൃഷിയിലേക്കുള്ള പോക്കിന് മാന്ദ്യം സംഭവിച്ചു എന്നുള്ള കാര്യം മിനിമം നമ്മൾ സമ്മതിക്കേണ്ടി വരും. അപ്പോൾ കൃഷിയോടുള്ള കേരളത്തിൻ്റെ സമീപനത്തിൻ്റെ കൂടി ഒരു തെളിവാണിത്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം വലിയ രീതിയിൽ കൃഷിയിൽ ശരിക്ക് പറഞ്ഞാൽ അഗ്രികൾച്ചറാണ് പ്രൊഡക്ഷൻ, ബാക്കിയൊക്കെ റീപ്രൊഡക്ഷനാണ്. പിന്നെ ഏത് രാജ്യവും അത് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കൃഷിയിൽ സ്വയം പര്യാപ്തത നേടിയിരിക്കണം.
ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ സ്വയം പര്യാപ്തത നേടിയില്ലെങ്കിലും കൃഷിയിൽ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ ജനത സർവൈവ് ചെയ്യും. കൃഷിയില്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ സ്വയം പര്യാപ്തത കിട്ടി എന്ന് പറഞ്ഞാലേ നമുക്ക് മരിച്ചു തീരാനേ പറ്റുള്ളൂ. കാരണം അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ നിലനിൽക്കുന്ന ഒരു കാര്യം കൃഷിയെ ആശ്രയിച്ചുള്ള ഭക്ഷണത്തിലും ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപ്പാദനത്തിലുമാണ്. സാർ, നമ്മൾ എത്രയോ കാലമായി അന്യ സംസ്ഥാനങ്ങളെയാണ് നെല്ലിനും പച്ചക്കറികൾക്കും എല്ലാം ആശ്രയിക്കുന്നത്. അപ്പോൾ നമ്മുടെ സർക്കാർ മാറി മാറി വരുമ്പോൾ പറയുന്നത് ഇനി നമുക്ക് മട്ടുപ്പാവിൽ കൃഷി ചെയ്യാം, വീടിൻ്റെ അപ്പുറത്ത് കൃഷി ചെയ്യാം, ഇപ്പുറത്ത് കൃഷി ചെയ്യാം, പച്ചക്കറികൾ നമുക്ക് വീട്ടിലുണ്ടാക്കാം, നെൽകൃഷിയിലേക്ക് ഇറങ്ങിച്ചെല്ലാം, കുട്ടികളെ യുവതലമുറ അങ്ങോട്ട് വരുത്താം. അപ്പോൾ ഇതെല്ലാം പാളിപ്പോവുകയല്ലേ? അല്ല, നിങ്ങൾ വേറെ ഇപ്പം നടന്നു നോക്കി എറണാകുളത്തിൻ്റെ പരിസര പ്രദേശത്തേക്ക് നിങ്ങളൊന്ന് ചെന്ന് നോക്ക്. ആ പരിസര പ്രദേശത്തിൽ കൃഷി ചെയ്തിരുന്ന ഭൂമി മുഴുവൻ എങ്ങനെയാണ് കിടക്കുന്നത്? ഒന്നുകിൽ അതെല്ലാം നികത്തി വൻ ഫ്ലാറ്റുകളായി മാറിക്കാണും, അല്ലെങ്കിൽ അത് പുല്ലും കാടും ഒക്കെ പിടിച്ചിട്ട് കിടക്കുകയാണ്, ചതുപ്പ് നിലം പോലെ ആയിട്ട് കിടക്കുകയാണ്. എത്രയോ ഏക്കർ കൃഷിയാണ് ഇവിടെ ഇല്ലാതെയായി പോകുന്നത്. എന്തുകൊണ്ടാണ് കൃഷിയെ നമുക്കൊരു പ്രൊഫഷനാക്കി വളർത്തിയെടുക്കാൻ കഴിയാതെ പോയത്? സാർ, അതിലേക്ക് ഇറങ്ങുന്നവർക്കെല്ലാം വൻ നഷ്ടമുണ്ട്. ഇപ്പം നമുക്ക് കൃഷി എന്ന് പറഞ്ഞാൽ നെൽകൃഷിയാണ്. നമ്മളൊരു കാലത്ത് കുട്ടനാടിനെ പിന്നീട് പാലക്കാടിനെയൊക്കെ കേരളത്തിൻ്റെ നെല്ലറയെന്ന് വിളിച്ചു. പക്ഷേ അവിടെയൊക്കെ പുതുതലമുറ ഇറങ്ങിയെങ്കിലും അവർക്കൊക്കെ നഷ്ടമാണ്. അതായത് മുടക്കുമുതൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എപ്പോഴോ കാര്യങ്ങൾ. അല്ല, അതിന് അങ്ങനെ മുടക്കുമുതൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിലും ഒക്കെ ഒരു പങ്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു കൃഷി എന്ന് പറഞ്ഞാൽ പൊക്കാളി കൃഷിയാണ്. ഈ പൊക്കാളി കൃഷി സമ്പൂർണ്ണമായിട്ടും കാലാവസ്ഥയെ ആശ്രയിച്ച് മാത്രമാണ്. അതിന് ഫെർട്ടിലൈസറും വേണ്ട, പെസ്റ്റിസൈഡും വേണ്ട. അതിങ്ങനെ വിത്ത് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ അതിൻ്റെ കാലാവസ്ഥയും കൂടി അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ടും നെല്ല് കിട്ടും. പക്ഷേ ഇന്നിപ്പോൾ പൊക്കാളി പാടങ്ങളിൽ എങ്ങും തന്നെ പൊക്കാളി കൃഷിയില്ല. പൊക്കാളി നെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ അരി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വേണ്ട 200 രൂപയൊക്കെ കൊടുത്താലും 1 കിലോ അരി കിട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. കാരണം അത്രയും ഇല്ല. ഈ പൊക്കാളി കൃഷി ഇങ്ങനെ ആയിത്തീരാനുള്ള കാരണങ്ങളിലൊന്ന് കർഷക തൊഴിലാളികൾ നടത്തിയ ഭാവനാശൂന്യമായ സമരത്തിൻ്റെയും കൂടി ഫലമായിരുന്നു. കാരണം ഈ പൊക്കാളി കൃഷി നമുക്ക് ചെയ്യേണ്ടി വരുന്നത് ചിലപ്പോൾ രാത്രി 2 മണിക്ക് പാടത്തിറങ്ങിയിട്ട് കിളക്കേണ്ടി വരും. വെള്ളം കയറി വരുമ്പോൾ അത് നിർത്തണം. ഈ ഏറ്റ ഇറക്കങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടും മഴ വരുമ്പോഴും മഴ ഇല്ലാത്തപ്പോഴും ഒക്കെ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അതിന് ഞാൻ 10 മണി ഒടുങ്ങി രാവിലെ 8 മണി ഒടുങ്ങി 6 മണി വരെ വർക്ക് ചെയ്യൂ എന്നുള്ളൊരു സംഭവം എടുത്തു കഴിഞ്ഞാൽ പൊക്കാളി കൃഷി നടത്തില്ല. അപ്പോഴെന്ത് ചെയ്യുന്നു വെച്ചാൽ പൊക്കാളി കൃഷി ക്രമേണ ആളുകളില്ലാതെയായി, ആ കൃഷി ചെയ്യുന്നവരും ഇല്ലാതെയായി, ആ കൃഷി തന്നെ അപ്രസക്തമായതോടുകൂടി ആ ടെക്നോളജി ഇല്ലാതെയായി. കാർഷിക രംഗം അങ്ങനെയാണ് തകരുന്നത്. അതിൽ കർഷക തൊഴിലാളികളുടെ സമരവും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു പങ്ക് അവർക്കും ഉണ്ടായിരുന്നു. സംഘടിത തൊഴിൽ മേഖലയായിട്ട് ഇതിനെയും കൂടി എടുത്തിട്ട് കൃഷി ഒരു ജൈവയോഗമാണ് എന്ന സത്യം മാറ്റിവെച്ചിട്ട്, മനുഷ്യനും മണ്ണും തമ്മിലുള്ളൊരു ജൈവയോഗം കൂടിയാണ് കൃഷി. അത് മാറ്റിവെച്ചിട്ട് ഇതിനെ വളരെ മെക്കാനിക്കലായ ഒരു സങ്കല്പത്തിലേക്ക് കൊണ്ടുവന്ന് മാറ്റിവെച്ചതോടുകൂടി ഇത് ഇല്ലാതെയായി തീർന്നു എന്ന വസ്തുത കൂടി അവശേഷിച്ചിട്ടുണ്ട്. അങ്ങനെ അത് പോയി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിന് കൃഷിക്കൊക്കെ വെട്ടിക്കുറക്കണം. നമ്മൾ പണം ചെലവഴിക്കുന്ന മേഖലകൾ എടുത്തു നോക്ക്. സ്റ്റേറ്റ് നികുതി വിരിച്ചു ഉണ്ടാക്കുന്ന പണം ചെലവഴിക്കുമ്പോൾ ആ പണം ചെലവഴിക്കപ്പെടുന്ന പണം കൊണ്ട് ഒരു സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി കിട്ടിയിരിക്കണം. ഈ നീതി എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിലെ തുല്യത തന്നെയാണ്. നീതിയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ തുല്യത ലഭിക്കുക എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഏതാണ്ട് 15,000 UGC അധ്യാപകരുണ്ട് കേരളത്തിൽ. അതിൽ 3,000 പേരാണ് ഗവൺമെൻറ് സെക്ടറിലുള്ളത്. ബാക്കി 12,000 പേര് എയ്ഡഡ് സെക്ടറിലാണ്. ആ എയ്ഡഡ് സെക്ടറിലുള്ള 12,000 പേർക്ക് ഒരു UGC അധ്യാപകന് പെൻഷൻ അടക്കം നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3.5 ലക്ഷം രൂപ വെച്ച് ചിലവഴിക്കേണ്ടി വരും ഒരു മാസം. പെൻഷനും ബാക്കി ശമ്പളവും ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ മിനിമം 3.5 ലക്ഷം രൂപ വെച്ച് ഒരാൾക്ക് ചിലവഴിക്കേണ്ടി വരും. അങ്ങനെ ഈ 12,000 പേർക്ക് ചിലവഴിക്കേണ്ടി വരുമ്പോൾ ഒരു കൊല്ലത്തേക്ക് ഏതാണ്ട് 5,000 കോടിയിലേറെ രൂപ ആ ഇനത്തിൽ വരുന്നുണ്ട്. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം,
ഇത്രയും വലിയൊരു തുക ഞാനും നിങ്ങളും ഉപ്പും മുളകും മേടിക്കുമ്പോൾ കിട്ടുന്ന പണത്തിൽ നിന്നുള്ള നികുതി പണം എടുത്ത് കൊടുക്കുമ്പോൾ അതിൽ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, OBC വിഭാഗങ്ങൾക്ക് പോലും മാന്യമായ എന്ത് കിട്ടുന്നില്ല, പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന വസ്തുത അവശേഷിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. ഒപ്പം ആ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ അംഗീകാരത്തോടു കൂടിയ കൊള്ളയും അഴിമതിയും, അധ്യാപകരുടെ നിയമനത്തിൽ വാങ്ങിക്കുന്ന പണം, കോഴപ്പണം. ഈ അധ്യാപകരുടെ നിയമനത്തിൽ എയ്ഡഡ് സെക്ടറിൽ കോഴപ്പണം ഉണ്ട് എന്നറിയാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടോ? ഇല്ല. എല്ലാവർക്കും അറിയാം, എല്ലാ ഗവൺമെൻറ്റിനും അറിയാം, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത്ര വലിയ അത് എയ്ഡഡ് സെക്ടറിൽ ഏതാണ്ട് ഞാൻ കണക്ക് കൂട്ടി നോക്കിയിട്ട് ഏകദേശ കണക്കനുസരിച്ചിട്ട് 20,000 കോടിയാണ് ഒരു കൊല്ലം സർക്കാർ സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് ഈ രാജ്യത്തെ ഏറ്റവും സംഘടിത സുശക്ത വിഭാഗങ്ങൾക്ക് മാത്രമായിട്ട് അതിൻ്റെ ബെനിഫിറ്റ് പോവുകയാണ്. പക്ഷേ നികുതി പിരിക്കുന്നത് എല്ലാവരുടെ അടുത്തുനിന്നും ഒരുമിച്ചാണ്. അതെ, എല്ലാവരുടെ അടുത്തുനിന്നും ഒരുമിച്ച് നികുതി പിരിക്കുകയും ആ നികുതി പണം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സെക്ടറിൽ ഈ രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന പിന്നാക്ക, ദരിദ്ര, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഒരു പ്രാതിനിധ്യവും ഇല്ലാതെ പോകുന്നുണ്ട്. അവിടെ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. അവിടെ ഗവൺമെൻറ് ശ്രമിക്കാത്തതിൻ്റെ കാരണം അവരെ പേടിയാണ്. സുസംഘടിതമായ വിഭാഗത്തെ പേടിയാണ്. കൃഷിയിൽ കയറിക്കഴിഞ്ഞാൽ ആരും ഒന്നും പറയില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഇത് ഒരു സംസ്ഥാനം എന്ന നിലക്ക് നമുക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കും. കാരണം നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ആഹാരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ആഹാരമില്ലാതെ ഒരു ജനതയ്ക്കും സർവൈവ് ചെയ്യാൻ കഴിയില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലാതെയും സർവൈവ് ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേണം, അത് വരട്ടെ, അത് നല്ല കാര്യമാണ്. എല്ലാ ഇത്തരം കണ്ടെത്തലുകളും വരട്ടെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിട്ട് മനുഷ്യരെ റീപ്ലേസ് ചെയ്യുന്ന വരെ റീപ്ലേസ് ചെയ്യട്ടെ, ഞാൻ അതിനെയും ഭയക്കുന്നില്ല. പക്ഷേ ഇതൊരു മെഷീനാണ്, മെക്കാനിക്കലാണ്. ആ മെഷീനും മെക്കാനിക്കലുമായിട്ടുള്ള കാര്യത്തിൽ ഡിറ്റർമിൻഡായ ആക്ഷനേ വരുള്ളൂ. ഇപ്പോൾ ഒരു പ്രത്യേക ഇമോഷൻ വരുമ്പോൾ ഇന്ന സ്ഥലത്തെ മസിൽ ചുരുക്കണം അല്ലെങ്കിൽ വികസിക്കണം എന്നുള്ള ഈ കമാൻഡ് അതിനകത്തുണ്ടെങ്കിൽ ആ കമാൻഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ വികാരം വരുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ചിരിക്കും. പക്ഷേ അത് ഒരു ജീവന് പകരമായിട്ടുള്ളൊരു സാധനമല്ല. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് വേണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ ഭരിക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഭരിക്കുകയാണെങ്കിൽ അത് പ്രയോജനകരമായിരിക്കും. പക്ഷേ കൃഷിയില്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പരീക്ഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സയൻറ്റിസ്റ്റ് ഉണ്ടല്ല, അദ്ദേഹം പട്ടിണി കിടന്ന് മരിച്ചു. അപ്പോൾ കൃഷിയുടെ പ്രാധാന്യം അംഗീകരിക്കാത്ത ഒരു ഗവൺമെൻറ് പോളിസിയാണ് ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മലയാളി ഇനി കൃഷി ചെയ്യേണ്ടതെന്നാണ് സർക്കാർ പറയുന്നത്. അല്ല, ഇനി അത്രയും വേണ്ട. ഇപ്പം 44.5% കുറച്ചു എന്ന് പറഞ്ഞാൽ 44.5% കൃഷി കുറയുമെന്നുള്ള ഒരു ഉറപ്പാണല്ലോ. അതെ. എന്നിട്ടാണ് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? പി പ്രസാദ്. നല്ല മനുഷ്യനാണ്. അതെ, കൃഷിക്കാരനുമാണ്. കൃഷി അറിയാവുന്നതാണ്. പക്ഷേ പ്രസാദ് ചെയ്യുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രസാദെ മഹാ കഷ്ടമാണ് എന്ന് പ്രസാദിനോട് പറയാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.